മക്കളെ, സെവൻ മിസ് ഹിയർ. അപ്പം നമ്മൾ ക്ലാസ് 5 ബേസിക് സയൻസിൻ്റെ 3 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത് അല്ലേ. കൂടെ നിങ്ങൾ ഓണം എക്സാമിൻ്റെ പോർഷൻസും കൂടി പഠിക്കേണ്ടതുണ്ട്. ഈ 3 ചാപ്റ്ററിലെ പ്രിഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ടൈമിലുള്ള മിസ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3rd ചാപ്റ്ററായ വാട്ടർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ ജലം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഫസ്റ്റ് പോർഷനാണ്. ഓരോ ഓർഗനിലും എത്രത്തോളം ബ്ലഡ് വേണം എന്നുള്ള ബ്ലഡ് അല്ല വാട്ടർ വേണം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി വെക്കുക. ദെൻ പ്ലാന്റ്സിന് അല്ലെ, വാട്ടർ ഇൻ പ്ലാന്റ്സ്, അതായത് നമ്മളെ പ്ലാന്റ്സിന് എന്തിനാണ് വാട്ടർ എന്നുള്ള കാര്യം നോക്കി വെക്കുക. അതുപോലെ തന്നെ വാട്ടറിന് ഷേപ്പ് ഉണ്ടോ? ഷേപ്പില്ല, കളറില്ല, നിറമില്ല. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഡെഫിനറ്റ് ഷേപ്പില്ല, ഏത് പാത്രത്തിലാണോ ഏത് പോട്ടിലാണോ നമ്മൾ ആ ഒരു വാട്ടർ എടുക്കുന്നത് അതിൻ്റെ ആ ഒരു എന്തുണ്ടാവും ഷേപ്പ് അതിന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സോഡ വാട്ടറിലെ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഓർത്ത് വെക്കുക. ദെൻ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ അല്ലേ, അതായത് ലീനം, ലായകം, ലായനി. ഈ 3 നിങ്ങൾക്ക് തരും അല്ലേ. അതായത് ലായനി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൽ സൊല്യൂട്ട് ഏതാ സോൾവെന്റ് ഏതാ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് നമ്മൾ സാർവിക ലായകം എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? അത് നമ്മളെ വാട്ടർ ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നു. ദെൻ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്താണ് അല്ലെ? എന്താ ചുറ്റിലുമുള്ള വെള്ളം എന്ത് ചെയ്യും? വേപ്പറായിട്ട് അല്ലെങ്കിൽ ആവിയായിട്ട് മേലോട്ടേക്ക് പോകുന്ന ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുക. ഓർത്ത് വെക്കണം. അത് കഴിഞ്ഞാലാണ് വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ, അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ് അല്ലേ. ജലം വിധാനം പാലിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു, 3 ബീക്കറൊക്കെ എടുത്തിട്ടുള്ളത്. എക്സ്പെരിമെന്റ് എഴുതാൻ വേണ്ടി പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കഴിഞ്ഞാലാണ് വാട്ട് ആർ ദ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്, അതായത് മഴവെള്ളം സംഭരിക്കാനുള്ള മെത്തേഡ് ഏതാണ്? 4 ഉണ്ട്. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ മഴവെള്ള സംഭരണി, ചെക്ക് ഡാം അല്ലെങ്കിൽ തടയണ, സ്റ്റോൺ വാർഡ് അല്ലെങ്കിൽ കയ്യാല, അതുപോലെ തന്നെ എന്താണ് വെൽ റീചാർജിങ് അല്ലെങ്കിൽ കിണർ റീചാർജിങ്. ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇത് വാട്ടറിൻ്റെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട ഒരു പോസ്റ്ററാണിത്. ഡോണ്ട് വേസ്റ്റ് വാട്ടർ, എവറി ഡ്രോപ്പ് ഈസ് പ്രഷ്യസ്. അത് മലയാളം മീഡിയം ആണെങ്കിൽ വെള്ളം കളയരുത്, ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. ഒരു എന്ത് ചെയ്യുക, കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്ത് ഇതിനെ അടിപൊളിയാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ കിടക്കുകയാണ് സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ. ഓക്കെ, ഏതാണ് സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ എന്താണ്? വാട്ടർ നെസസറി ആണ്, അതായത് വാട്ടർ അത്യാവശ്യമാണ്. ഇതിൻ്റെ ഇവിടെ എന്താ നമുക്ക് സോയിൽ അല്ലെങ്കിൽ സോയിൽ അതുപോലെ തന്നെ മണ്ണ് അല്ലെങ്കിൽ എന്താ സൂര്യപ്രകാശം, എന്താ സൺലൈറ്റ്, ഇത് രണ്ടും എന്തില്ല, അത്യാവശ്യമല്ല. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്താണ്? അതായത് മണ്ണില്ലാതെയും കൃഷി ചെയ്യാം എന്ന് തെളിയിച്ചതാണ്. എന്താ ന്യൂട്രിയൻ സൊല്യൂഷനിൽ അല്ലെങ്കിൽ പോഷക ലായനിയിലാണ് ഹൈഡ്രോപോണിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ, അതായത് ചെടികളെ വളർത്തിയെടുത്തിട്ടുള്ളത്. അടുത്ത നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്ലാസ് 5 ഈ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് എക്സാമിന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് കിട്ടുള്ളൂ. ഇനി വരുന്ന വീഡിയോസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈവ് ലിങ്കുകളും കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പോൾസ്, നോട്ട്സ്, ഡെയിലി പ്ലാന്, ലൈവ് ലിങ്കുകൾ, എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. മറന്നു പോകരുതേ. അടുത്തതാണ് നമ്മുടെ സീഡ് ജെർമിനേഷൻ. ഫസ്റ്റ് റാഡിക്കിളാണ്. റാഡിക്കിൾ വളർന്ന് റൂട്ടായിട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നു അല്ലേ, അതായത് ബീജമൂലം വളർന്ന് വേരായിട്ട് അല്ലെങ്കിൽ റൂട്ടായിട്ട് മാറുന്നു. പിന്നെ ബീജപത്രം അല്ലെങ്കിൽ കോട്ട് ലീഡറാണ്. ഇവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്തത്. അടുത്ത ബീജ ശീർഷം അല്ലെങ്കിൽ പ്യൂമൂളാണ്. ഇവിടെ എന്താണ്? ഇത് സ്റ്റെമ്മ് അതുപോലെ തന്നെ തണ്ട് അല്ലെങ്കിൽ ലീഫ് ഇലയായിട്ടും മാറുന്നുണ്ട്. ലീഫ് അല്ലെങ്കിൽ ഇലയായിട്ടാണ് ഈ ഒരു പാർട്ട് മാറുന്നത്. മറന്നു പോകരുത്, മിസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് 5 ബൂസ്റ്റർ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പ്രൈസിൽ 1249 രൂപ അല്ലേ, 1249 റുപ്പീസിനാണ് നിങ്ങൾക്ക് നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് കാണാൻ പറ്റുന്നില്ലേ? അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും. അതൊന്ന് ഫില്ല് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്, അത് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സിന് ഓരോ ചെറിയ സബ് ടോപ്പിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ സബ് ടോപ്പിക്കിൽ 3 തരം ക്വസ്റ്റ്യൻസ്, അതായത് ഏതൊക്കെയാണ്? ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റീവ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ
അതൊക്കെ കഴിഞ്ഞിട്ട് ലൈവുകൾ വരും അല്ലേ. ടീച്ചറും മോനും മക്കളുമായിട്ട് മിസ്സും മക്കളുമായിട്ട് ഇങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിരുന്ന ലൈവുകൾ വരും. സൂം മീറ്റിംഗ് ആയിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ എന്തുണ്ടാകും, നിങ്ങൾക്ക് MCQ സെക്ഷൻ എക്സാമും ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ എക്സാംസും ഉണ്ടാകും. അതും കൂടി ഓർത്തുക. അതുപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ് ഉണ്ടായത് അല്ലെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ അച്ഛനെയും അമ്മേനെയും ചേച്ചിയെയും പോലെയൊക്കെ ഒരു മിസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അതായത് അതെന്തൊക്കെയാണ് അവിഞ്ഞ മിസ് പറഞ്ഞത്, ഏതൊക്കെ വീഡിയോസ് മോൻ കണ്ടു, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാളും കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഇത്രമാത്രം ചെയ്താൽ മതി. താഴെ ഒരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യുക, കാര്യം ഫില്ല് ചെയ്യുക, വരിക. ഓക്കെ, അടുത്താണ് സീഡ് ഡിസ്പേഴ്സൽ. നിങ്ങൾക്കറിയാം ഈ ഒരു തേങ്ങ അല്ലെങ്കിൽ കോക്കോനട്ട് ആണെങ്കിൽ അത് വാട്ടർ വഴിയാണ്. അത് കഴിഞ്ഞാൽ ചാഫ് ഫ്ലവർ അല്ലെങ്കിൽ ലവ് ഗ്രാസ് ആണെങ്കിൽ അത് ആനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ മൃഗങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യർ എന്ന് പറയാം. റബ്ബർ അതുപോലെ തന്നെ ബാൽസം, കാശത്തുമ്പ, റബ്ബർ, പിന്നെ ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക, ഇതൊക്കെ എന്താണ് ബൈ ബേസ്റ്റ് ആണ് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാണ്. അടുത്ത പാപ്പേഴ്സ് അല്ലെങ്കിൽ മിൽക്ക് വീഡ് അല്ലെങ്കിൽ അപ്പൂപ്പൻ താടി എന്നറിയപ്പെടുന്ന ആളെന്താണ്, യെസ് കാറ്റിലൂടെയാണ് അല്ലെങ്കിൽ വിൻഡിലൂടെയാണ്. ഇതുപോലെ പാഡി അല്ലെങ്കിൽ നെല്ല് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ. ഇതെങ്ങനെയാണെന്നറിയോ, ഇതും എന്താ വാട്ടർ വഴിയാണ്, വിൻഡ് വഴിയാണ് അല്ലെങ്കിൽ കാറ്റ് വഴിയാണ്. അതുപോലെ പെപ്പർ, നിങ്ങൾ കുരുമുളക് കേട്ടില്ലേ, അത് വാട്ടർ വഴിയാണ് അല്ലെങ്കിൽ ജലം വഴിയാണ്. ഇത് രണ്ടും എന്താണ് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീഡ് ജെർമിനേഷൻ നമുക്ക് നോക്കാനുണ്ട്. ദെൻ ലീഫിലേക്കാ പോകുന്ന 2 ടൈപ്പ് ലീഫ് ഉണ്ട്. ഒന്ന് റെറ്റിക്കുലർ വെനേഷനും രണ്ടാമത്തെ പാരലൽ വെനേഷനും അല്ലെ. ജാലിക ശിരാവിന്യാസവും അതുപോലെ തന്നെ സമാന്തര ശിരാവിന്യാസവും. ജാലിക ശിരാവിന്യാസം ഇവിടെ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതായിരിക്കും. സമാന്തര ശിരാവിന്യാസം അല്ലെങ്കിൽ പാരലൽ വെനേഷൻ എന്ന് പറഞ്ഞാൽ ടിപ്പ് ടു നോട്ടിലേക്ക് ഇങ്ങനെ വീഴ്സ് പോകുന്നതിനായിരിക്കും നമ്മൾ പാരലൽ അല്ലെങ്കിൽ സമാന്തര ശിരാവിന്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റം, അതായത് തായ് വേര് പടലം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അഥവാ 4 വേര് പടലം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഇത് കൂടാതെ ഒരു വേരും കൂടി ഉണ്ട്. അതാണ് ന്യൂമാറ്റോഫോർസ് അല്ലെങ്കിൽ ശ്വസന വേരുകൾ. ഇത് മാംഗ്രോവ്സിൽ അല്ലെങ്കിൽ കണ്ടൽ കാടുകളിലായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് സ്കൈ നിയർ അറ്റ് ഹാൻഡ് അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് ആകാശം എന്നുള്ള ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട 2 മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഹണ്ടർ, അതായത് വേട്ടക്കാരൻ അല്ലേ. ഇതൊരു കൺസലേഷൻ ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചോളാം. അത് കഴിഞ്ഞ സപ്തർഷികളാണ്. എന്തുകൊണ്ട് സപ്തർഷി എന്ന് പേര് വന്നു. അതുപോലെ തന്നെ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്ന ഒരാളും കൂടിയാണ് ഇത് കേട്ടോ. ബിഗ് ഡിപ്പർ അല്ലെ, ഒരു വലിയ തവിയുടെ രൂപമുള്ളതുകൊണ്ട് തന്നെ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ആകാശം നിരീക്ഷിക്കാൻ വേണ്ടി 2 സോഫ്റ്റ്വെയർ ഉണ്ട്. K-STAR ആൻഡ് സ്റ്റെല്ലേറിയം. ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരും സെയിം തന്നെയാണ്, K-STAR ആൻഡ് സ്റ്റെല്ലേറിയം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ നമ്മൾ നമ്മളെ സാറ്റലൈറ്റ് ആണ് അല്ലെ. സാറ്റലൈറ്റ് ആണ് അല്ലെങ്കിൽ ഉപഗ്രഹമാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾ സ്റ്റാർസ് സെൽഫ് ലൂമിനസ് ആണ് അല്ലെങ്കിൽ സ്വയം പ്രകാശിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ബട്ട് അത് നിങ്ങൾ പ്ലാനറ്റിനും സാറ്റലൈറ്റിൻ്റെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്തില്ല, അവ സ്വയം പ്രകാശിക്കില്ല. സണ്ണിൻ്റെ ലൈറ്റ് കൊണ്ട് അവിടെ ഒരു റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ, അവിടെ ഒരു പ്രതിഫലനം നടക്കുന്നുണ്ടാണ് അല്ലേ. അവിടെ ഈ നമ്മളെ സാറ്റലൈറ്റും അല്ലെങ്കിൽ പ്ലാനറ്റും തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാൻ കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് നമ്മളെ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുക. ഇവിടെ നിങ്ങൾക്ക് ഗ്രഹങ്ങളെ ജംബിൾഡ് ഓർഡേഴ്സിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അത് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ഓർഡറുകൾ പഠിക്കണം കേട്ടോ. ഗ്രഹങ്ങളെ മലയാളം ഇംഗ്ലീഷൊക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓർഡറുകൾ പഠിക്കാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. എന്താണ് ആർട്ടിഫിഷ്യൽ, എന്തിനാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്നും ഓരോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലും അതിൻ്റെ പ്രൈമറി പേർപ്പസ് അല്ലെങ്കിൽ പ്രധാന ഉപയോഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം. ഓക്കെ, ദെൻ IRNSSന്റെ ഫുൾ ഫോം, അതുപോലെ ISROന്റെ ഫുൾ ഫോം, അതുപോലെ GPS-ന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കണം. ISROന്റെ ഫുൾ ഫോം എന്താണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. IRNSSന്റെ ഫുൾ ഫോം എന്താ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. GPS-ന്റെ ഫുൾ ഫോം എന്താ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫുൾ ഫോമുകൾ പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. എന്താ പ്രത്യേകത, തിരുവനന്തപുരത്താണ്. പിന്നെ എന്താണ്, നമ്മൾ നവംബർ 1963 നവംബർ 21 എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത പഠിക്കേണ്ടത് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ചാണ്. എവിടെയാണ്, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഒക്ടോബർ 1971 ഒക്ടോബറിലാണ് ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഈ 4 കാര്യങ്ങളാണ്. അതായത് നാസി ആണെങ്കിൽ അത് അമേരിക്കൻ്റെയാണ്, CNSC ആണെങ്കിൽ അത് ചൈനയുടെയാണ്, C എന്ന് ഓർമ്മിക്കുക. JAXA അല്ലെങ്കിൽ JAXA ആണെങ്കിൽ അത് ജപ്പാനാണ്, ESA അല്ലെങ്കിൽ ആണെങ്കിൽ അത് യൂറോപ്പാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സതീഷ് ധവാൻ ഇദ്ദേഹം ആരായിരുന്നു, നമ്മളെ ചെയർമാൻ ആയിരുന്നു. സതീഷ്
സതീഷ് ധവാൻ വാസ് ദ എന്താ ചെയർമാൻ ഓഫ് ISROയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. അത് കഴിഞ്ഞ രണ്ടാമത്തെ വിക്രം സാരാഭായ് ആരായിരുന്നു? യെസ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം അല്ലെ, നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ സതീഷ് ധവാൻ അല്ലെ, സോറി വിക്രം സാരാഭായ്. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. അടുത്താണ് ഈ മൂന്നാൾക്കാർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, അത് കഴിഞ്ഞാൽ നമ്മളെ മൈക്കൽ കോളിൻസ് നമ്മളെ പൈലറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, വായിച്ചു നോക്കുക. ദെൻ ബഹിരാകാശ വാരം, ദ സ്പേസ് വീക്ക് എപ്പോഴാണെന്ന് എന്തായാലും ചോദിച്ചിരിക്കും. ഒക്ടോബർ 4 to ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരം, അത് ഓർത്ത് വെക്കുക. ദെൻ അത് കഴിഞ്ഞ് ചന്ദ്രയാൻ 1. എന്താണ് ചന്ദ്രയാൻ 1ന്റെ പ്രത്യേകത? ആദ്യ ചാന്ദ്ര ദൗത്യ പര്യവേഷണം അല്ലെങ്കിൽ ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ ആണ്. എപ്പോഴും പോയി 2008 ഒക്ടോബർ 22-നാണ്, 2008 ഒക്ടോബർ 22-നാണ്. അത് കഴിഞ്ഞാലാണ് സെക്കൻഡ് വൺ ചന്ദ്രയാൻ 2. എന്താണ്? സിമ്പിൾ ആണ്, സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണമാണ്. എപ്പോഴും പോയി 2019 ജൂലൈ 21, 2019 ജൂലൈ 22-നാണ് പോയത്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരാളാണ് ചന്ദ്രയാൻ 3. എന്താണ് പ്രത്യേകത? ദക്ഷിണ ധ്രുവത്തിലെ ഇറങ്ങിയ ആദ്യ പേടകം കേട്ടോ. അതായത് നമ്മുടെ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ ദ സൗതേൺ പോൾ കേട്ടോ, സൗത്ത് പോളിൽ ഇറങ്ങിയതാണ്. പിന്നെ എങ്ങോട്ടാ? യെസ്, ജൂലൈ 14, 2023 നമ്മൾ വിട്ടു. എത്തിയത് ഓഗസ്റ്റ് 23, 2023 റീസെന്റ് പോയ സാധനമാണ്. ഇത് ഓർമ്മിച്ച് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. സദേൺ പോളിലാണ്, ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയതാണ്. നോർമലി നിങ്ങളോട് ആദ്യമായിട്ട് ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചന്ദ്രയാൻ 1 പറയാം. ബട്ട് അത് സൗത്ത് പോൾ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ പറയണം? അത് ചന്ദ്രയാൻ 3 തന്നെ പറയേണ്ടതാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞാലാണ് മംഗൾയാൻ അല്ലെ, എന്തിനു വേണ്ട? മാർസ് എക്സ്പെഡിഷൻ അല്ലെങ്കിൽ ചൊവ്വ പര്യവേഷണം വേണ്ടിയിട്ടാണ്. ആദിത്യ L1 എന്താണ്? സോളാർ എക്സ്പെഡിഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗഗൻയാൻ എന്താണ്? സ്പേസ് എക്സ്പെഡിഷന് വേണ്ടിയിട്ടാണ്. നോക്കിക്കോ, മംഗൾയാൻ എന്തിനാണ്? നമ്മളെ ചൊവ്വ പര്യവേഷണം, അതുപോലെ തന്നെ ആദിത്യ L1 സൗര പര്യവേഷണം, ഗഗൻയാൻ എന്താണ്? ബഹിരാകാശ പര്യവേഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾ മറക്കണ്ട, ബൂസ്റ്റർ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 സ്റ്റുഡൻസിന് മാത്രം, 2000 സ്റ്റുഡൻസിന് മാത്രം ഉള്ളൂ ഈ ഒരു പ്രൈസിൽ നമ്മളെ എജുപോളിന്റെ ആപ്പ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഈ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ബൂസ്റ്റർ ബാച്ചിന്റെ ലിങ്ക് കാണാൻ പറ്റും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാവുന്നതാണ്. ഫ്രീ ആയിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. എജുപോളിന്റെ എല്ലാ ലൈവുകളും ഇനി യൂട്യൂബിലൂടെ മാത്രമേ നടക്കുള്ളൂ. ഇതുപോലത്തെ ഇനിയും അടിപൊളി പ്രഡിക്ഷൻ ലൈവുകളായിട്ട് മിസ്സും ബാക്കിയുള്ള ഫാക്കൽറ്റീസും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണണം, ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത്രമാത്രം ചെയ്താൽ മതി. താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണുന്നില്ലേ അല്ലേ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കാണുന്നില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു, താങ്ക് യു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മിസ്സിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈലി എന്ത് ചെയ്യുക, തരിക കേട്ടോ. ഓക്കെ, ബൈ.